ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം മഹാത്മാ ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്ര ബോസ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ്? ഗാന്ധിജിയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം പോർബന്ദർ, ഗുജറാത്ത്. ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഗാന്ധിജി ജനിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു? ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം പുത്തലി ബായ്. അടുത്ത ചോദ്യം, കാബ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കാബ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പിതാവിൻ്റെ ഉദ്യോഗം എന്തായിരുന്നു? ഗാന്ധിജിയുടെ പിതാവിൻ്റെ ഉദ്യോഗം എന്തായിരുന്നു? ഉത്തരം ദിവാൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മുത്തശ്ശൻ ആരാണ്? ഗാന്ധിജിയുടെ മുത്തശ്ശൻ ആരാണ്? ഉത്തരം ഉത്തം ചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ്? ഗാന്ധിജി പ്രൈമറി പഠനം നടത്തിയത് എവിടെയാണ്? ഉത്തരം രാജ്കോട്ടിൽ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ്? ഗാന്ധിജിയുടെ പൂർണ്ണനാമം എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അടുത്ത ചോദ്യം, ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന പഠന വിഷയം എന്തായിരുന്നു? ഗാന്ധിജിക്ക് വഴങ്ങാതിരുന്ന പഠന വിഷയം എന്തായിരുന്നു? ഉത്തരം കണക്ക്. അടുത്ത ചോദ്യം, കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമനപ്പേര് എന്താണ്? കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമനപ്പേര് എന്താണ്? ഉത്തരം മോനിയ. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വച്ചായിരുന്നു? ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വച്ചായിരുന്നു? ഉത്തരം ജോഹന്നാസ്ബർഗ്. അടുത്ത ചോദ്യം, ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം അയ്യങ്കാളിയെ. അടുത്ത ചോദ്യം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്?
ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം. 1917. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ 4 പുത്രന്മാർ ആരെല്ലാം? ഗാന്ധിജിയുടെ 4 പുത്രന്മാർ ആരെല്ലാം? ഉത്തരം ഹരിലാൽ, മണിലാൽ, രാമദാസ്, ദേവദാസ്. ഇവരാണ് ഗാന്ധിജിയുടെ 4 പുത്രന്മാർ. അടുത്ത ചോദ്യം, ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ്? ഉത്തരം രാജ്ഘട്ട്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ആരംഭിച്ച വർഷം ഏത്, തീയതി ഏത്? ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ആരംഭിച്ച വർഷം ഏത്, തീയതി ഏത്? ഉത്തരം 1930 മാർച്ച് 12-നാണ് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏത്, തീയതി? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ഏത്, തീയതി ഏത്? ഉത്തരം 1942 ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷവും തീയതിയും. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സി രാജഗോപാലൻ ആചാര്യാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയാണ് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധി രക്തസാക്ഷി ദിനം എന്നാണ്? ഗാന്ധി രക്തസാക്ഷി ദിനം എന്നാണ്? ഉത്തരം 1948 ജനുവരി 30. അടുത്ത ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. അടുത്ത ചോദ്യം, ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ഇന്ത്യയിൽ
ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? ഉത്തരം 1889 നവംബർ 14 അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം അലഹബാദ്. ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അലഹബാദിൻ്റെ പുതിയ പേര് എന്ത്? അലഹബാദിൻ്റെ പുതിയ പേര് എന്ത്? ഉത്തരം പ്രയാഗ്രാജ്. ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേര് എന്ത്? ജവഹർലാൽ നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേര് എന്ത്? ഉത്തരം ചാച്ചാജി. ലോക ശിശുദിനം എന്ന്? ലോക ശിശുദിനം എന്ന്? ഉത്തരം നവംബർ 20. അടുത്ത ചോദ്യം, നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര്? നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര്? ഉത്തരം മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്ത്? നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്ത്? ഉത്തരം സ്വരൂപ് റാണി. UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആര്? UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആര്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്. അടുത്ത ചോദ്യം, കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര്? കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണ കാലഘട്ടം ഏത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണ കാലഘട്ടം ഏത്? ഉത്തരം 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു അമർ ഹോ എന്ന മലയാള കവിത രചിച്ചത് ആര്? ജവഹർലാൽ അമർ ഹോ എന്ന മലയാള കവിത രചിച്ചത് ആര്? ഉത്തരം ഓളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്? എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അടുത്ത ചോദ്യം, നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം ഏത്? നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം ഏത്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം, ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആര്? ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1912 ബന്ദിപ്പൂർ സമ്മേളനം. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ.
നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? നെഹ്റു വിദ്യാഭ്യാസ ആവശ്യാർത്ഥം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? ഉത്തരം 16ാമത്തെ വയസ്സിൽ. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആര്? ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന് പേര് നൽകിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത്? ഉത്തരം മണിപ്പൂർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് എന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലാഹോർ സമ്മേളനം 1929. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം ഏത്? ഉത്തരം 1955. നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ച്? നെഹ്റു ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കിയത് എവിടെ വെച്ച്? ഉത്തരം ലണ്ടൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? ഉത്തരം കമല നെഹ്റു. 1938 നെഹ്റു രൂപവത്കരിച്ച കമ്മിറ്റിയുടെ പേരെന്ത്? 1938 നെഹ്റു രൂപവത്കരിച്ച കമ്മിറ്റിയുടെ പേരെന്ത്? ഉത്തരം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ്? ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരമാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏത്? ജവഹർലാൽ നെഹ്റുവും അച്ഛൻ മോത്തിലാൽ നെഹ്റുവും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രം ഏത്? ഉത്തരം ഇൻഡിപെൻഡന്റ്. ജവഹർലാൽ നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്? ജവഹർലാൽ നെഹ്റു ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്? ഉത്തരം കാശ്മീരിലെ കൗൾ കുടുംബം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? ഉത്തരം പുന്നമട കായൽ. നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച്? നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ എവിടെ വെച്ച്? ഉത്തരം 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം ഏത്? നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം ഏത്? ഉത്തരം 1916. നെഹ്റുവിൻ്റെ പത്നിയുടെ പേര്? നെഹ്റുവിൻ്റെ പത്നിയുടെ പേര് കമല കൗൾ.